കൊടുത്ത കയ്യിൽ തന്നെ തിരിഞ്ഞുകൊത്തുന്ന കാഴ്ചയാണ് യൂറോപ്പിൽ ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. കരുണയുടെ പേരിൽ അഭയാർത്ഥികളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പാണ് ഇന്ന് ഫ്രാൻസിലെ നൈസിലുണ്ടായ ഭീകരാക്രമണം. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട ഫാദർ ജാക്യൂസ് ഹാമൽ, ചാർലി ഹെബ്ദോ, സാമുവൽ പാറ്റി ഇവർക്ക് പിന്നാലെ ഇന്ന് ഫ്രാൻസിലെ നിസായിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഇരകൾ. ഫ്രാൻസിൽ മുസ്ലിം ഭീകരതയ്ക്ക് ഇരകളാകുന്നവരുടെ പട്ടിക വിപുലപ്പെടുകയാണ്. ഇറാഖിലും സിറിയയിലും നടന്ന IS അധിനിവേശത്തെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹത്തെ വിവേകരഹിതമായി കൈകാര്യം ചെയ്തതിന്റെ അനന്തരഫലങ്ങളാണ് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് അഭയം തന്ന ദേശത്ത് തങ്ങളുടെ മതാചാരങ്ങളും കാഴ്ചപ്പാടുകളും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അഭയാർത്ഥികളെന്ന് ലോകം വിളിക്കുന്ന ഇക്കൂട്ടരുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്താണെന്ന് ആവർത്തിച്ചുള്ള ഭീകരാക്രമണങ്ങളിലൂടെ സുവ്യക്തമാണ്. സാമുവൽ പാറ്റി എന്ന അധ്യാപകന്റെ കൊലപാതകത്തെ തുടർന്ന് ഇസ്ലാം ഭീകരതയ്ക്കെതിരെ കർക്കശ നടപടികളുമായി മുമ്പോട്ടുപോയ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ നീക്കം ചില ഇസ്ലാമിക രാജ്യങ്ങളെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത്. ഫ്രഞ്ച് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം വരെ ഇക്കൂട്ടർ ആഹ്വാനം ചെയ്തിരുന്നു. യൂറോപ്പിൽ നടന്ന കഴുത്തറക്കൽ ഉൾപ്പെടെ പല ഭീകരാക്രമണങ്ങളിലും ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറാകാത്തവരാണ് ഇവരെന്നത് തികച്ചും പരിഹാസ്യമാണ്. സ്വന്തം സമുദായത്തിൽപ്പെട്ടവർ അഭയാർത്ഥികളായി അലയുന്ന സമയത്ത് അവരെ സ്വീകരിക്കാനോ കരുതാനോ നടപടികളെടുക്കാത്തവരാണ് ഭീകരതയ്ക്കെതിരെ നടപടികളെടുത്തതിന്റെ പേരിൽ ഫ്രാൻസിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്. യൂറോപ്പ് അതിന്റെ വിശ്വാസ പാരമ്പര്യത്തിലേക്ക് മടങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ദൈവത്തെയും മൂല്യങ്ങളെയും എതിർക്കുന്ന തെറ്റായ മതേതര സങ്കല്പത്തിൽ നിന്ന് യൂറോപ്പ് പുറത്തുവരണം. വിശ്വാസ പാരമ്പര്യത്തെ ലോകത്തു നിന്ന് തുടച്ചു നീക്കാൻ ചിലർ നടത്തുന്ന ഗൂഢനീക്കത്തെ എതിർക്കാൻ ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് നിൽക്കണം. കരുണ നല്ലതാണ്, പക്ഷേ വിശ്വാസത്തെ അപകടപ്പെടുത്തിക്കൊണ്ടാവരുത്. കരുണയോടൊപ്പം വിവേകവും അത്യന്താപേക്ഷിതമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. വിരുന്നുകാരായി വന്ന് വീട്ടുകാരെ ഇല്ലാതാക്കുന്ന ചരിത്രത്തിലെ തുടച്ചുനീക്കലുകളുടെ ആവർത്തനമാണ് ഇന്ന് ലോകമാകെ നടക്കുന്നതെന്ന് ഫാദർ നോബിൾ പാറയ്ക്കൽ. ഫ്രാൻസിൽ ഇന്ന് നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഷെക്കേന ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിരുന്നുകാരായി വന്ന് വീട്ടുകാരെ ഇല്ലാതാക്കുന്ന ഒരു മതത്തിന്റെ തന്നെ ചരിത്രത്തോളം പഴക്കമുള്ള വംശീയമായ തുടച്ചുനീക്കലിന്റെ പുനരാവർത്തനമാണ് ഇപ്പോൾ ലോകമെമ്പാടും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫ്രാൻസിൽ ഈ സമീപകാലത്തായി സംഭവിക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഫ്രാൻസ് മാത്രമല്ല, ലോകം മുഴുവൻ ഒരുതരം അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനകളായിട്ട് നമ്മൾ ഈ കൊലപാതക പരമ്പരയെ തന്നെ കാണേണ്ടതുണ്ട്. മനുഷ്യന്റെ സ്വതന്ത്ര ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുന്ന മതത്തിന്റെ ആവരണമണിഞ്ഞ ഭീകരതയെ ഈ ലോകത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാൻ ലോകരാഷ്ട്രങ്ങൾ അതിശക്തമായി ഇടപെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. തുർക്കി പ്രസിഡന്റ് തയ്യബ് എർദോഗന്റെ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ചർച്ചയാകുന്നു. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ഇത് പ്രതിഫലിക്കുന്നത് ലോകമാധ്യമങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ടെങ്കിലും IS തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പിൻബലത്തിൽ എർദോഗൻ കൂടുതൽ ശക്തനാകുന്ന ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് ലോകമെങ്ങും നടമാടുന്നത്. കടുത്ത നിലപാടുകളും തീവ്ര ഇസ്ലാമിക വിശ്വാസങ്ങളും പുലർത്തുന്ന ഭരണാധികാരിയായി തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തന്നെ വാഴ്ത്തുമ്പോഴും അതിനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന വലിയ വിപത്താണ് എല്ലാവിധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന നേതാവെന്ന അനൗദ്യോഗിക പദവിയും. കടുത്ത ക്രൈസ്തവ വിരോധിയെന്ന മുദ്ര കുത്തപ്പെട്ടിട്ടും അതിൽ നിന്നും പിന്തിരിയാതെ കർക്കശ ഇസ്ലാമിക ചിന്താഗതികളുമായി മുന്നോട്ടു നീങ്ങുന്ന എർദോഗന്റെ തേർവാഴ്ച അക്ഷരാർത്ഥത്തിൽ മറ്റെല്ലാ മതവിഭാഗങ്ങൾക്കും വലിയ ഭീഷണിയായിരിക്കുകയാണ്. 15 വർഷത്തെ ഭരണത്തിനു ശേഷം വീണ്ടും അധികാരത്തിലേറിയ തയ്യിബ് എർദോഗൻ എന്ന കുശാഗ്ര ബുദ്ധിക്കാരൻ ലോകത്തെ തന്റെ അധീനതയിലാഴ്ത്താനുള്ള പദ്ധതികളുമായാണ് രംഗപ്രവേശനം നടത്തിയത്. അസാധാരണ രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായ എർദോഗൻ തന്റെ കഴിവും അനുഭവസമ്പത്തും വിനിയോഗിക്കുന്നത് പക്ഷേ ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടെ മാത്രമാണ് എന്നതാണ് മറ്റൊരു സത്യാവസ്ഥ. ശില്പഭംഗി കൊണ്ട് ഏറെ പ്രശസ്തമായതും കത്തീഡ്രൽ എന്ന നിലയിൽ പതിറ്റാണ്ടുകളായി ലോകമെങ്ങും അറിയപ്പെട്ടിരുന്നതുമായ ഹാഗിയ സോഫിയ തന്റെ അധികാരത്തിന്റെ ഹുങ്കും വാശിയും കൊണ്ട് മുസ്ലിം പള്ളിയാക്കി മാറ്റിയ സംഭവ വികാസങ്ങളെല്ലാം ചരിത്രത്തിൽ ക്രൈസ്തവരോടുള്ള അടങ്ങാത്ത പകയുടെ ഓർമ്മപ്പെടുത്തലായി എക്കാലവും നിലകൊള്ളും. അർമേനിയ അസർബൈജാൻ പോരാട്ടത്തിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള അർമേനിയയെ അടിച്ചൊതുക്കാൻ അസർബൈജാനും തുർക്കിയുടെ പരോക്ഷമായിട്ടുള്ള പിന്തുണ നൽകി സംഘർഷത്തെ ചോരക്കളമാക്കി മാറ്റിയതും തയ്യിബ് എർദോഗന്റെ കരങ്ങളായിരുന്നു. അർമേനിയയുടെ പതനത്തിനായി IS പശ്ചാത്തലമുള്ളവരെ തുർക്കി അസർബൈജാന് വേണ്ടി വിട്ടുകൊടുക്കുകയായിരുന്നു.
കാർട്ടൂൺ ക്ലാസിൽ കാണിച്ചെന്നാരോപിച്ച് ഫ്രാൻസിൽ അധ്യാപകനെ കഴുത്തറുത്ത് കൊന്ന സംഭവത്തിലും തുർക്കിയുടെ പങ്ക് തള്ളിക്കളയാനാവാത്തതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നു. ലോകം ഭീതിയോടെ കണ്ട സംഭവത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് എമ്മാനുവൽ മാക്രോൺ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചതോടെ ഇരു രാജ്യങ്ങൾ തമ്മിൽ വാക്പോരാട്ടം തുടരുകയായിരുന്നു. എമ്മാനുവൽ മാക്രോൺ മാനസിക രോഗിയാണെന്ന രീതിയിലുള്ള എർദോഗന്റെ പരസ്യ പരാമർശം ഏറെ വിവാദങ്ങൾക്കും കാരണമായി. ഇവയ്ക്കെല്ലാം പുറമെ ഇപ്പോൾ ഫ്രാൻസിലെ നിസ്സായിലെ നോട്ടർഡാം കത്തീഡ്രൽ ദേവാലയത്തിൽ 3 പേരെ തീവ്രവാദികൾ അതിദാരുണമായി കൊലപ്പെടുത്തിയതും ലോകമനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. തുർക്കിയുടെ ക്രൈസ്തവ വിരുദ്ധ മനോഭാവങ്ങളിലേക്കാണ് ഈ സംഭവവും വിരൽ ചൂണ്ടുന്നത്. ഏറ്റവും ഒടുവിലായി ഇസ്താംബൂളിലെ ചരിത്രപ്രസിദ്ധമായ ഹോളി സേവിയർ ദേവാലയത്തിൽ ബാങ്ക് വിളി മുഴങ്ങുമെന്ന പ്രഖ്യാപനം ക്രൈസ്തവ സമൂഹത്തിന് ഹൃദയഭേദകമാവുകയാണ്. ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്.